iPhone 15 പ്ലസ് 60 ഹെർട്സ് ഡിസ്പ്ലേ ഉള്ളൂ, ടൈപ്പ് സി USB 2.0 ഉള്ളൂ, അതേപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല. ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒക്കെ ഒരുപാട് നമ്മൾ കേട്ട ഈ ബേസ് മോഡൽ iPhone 15 സീരീസിലെ ബേസ് മോഡൽ ഈ കഴിഞ്ഞ 2-3 മാസം ഉപയോഗിച്ച് നോക്കിയപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്? ഈ മോഡൽ എടുക്കണോ അതോ ഇതിന്റെ മുൻപത്തെ വെർഷൻ 14, 13 ഒക്കെ എടുത്താൽ മതിയോ? അതേപോലെ തന്നെ 13, 14 എന്നൊക്കെ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടയോ? പിന്നെ സാംസങ്ങിന്റെ S23 മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ലതാണോ? പിന്നെ മെയിൻ ആയിട്ടും ഗെയിമിങ്ങിന് 15 വേണോ 15 പ്ലസ് വേണോ, അതോ ഇത് രണ്ടുമല്ലാതെ വേറെ കിടിലൻ ഓപ്ഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സോ ഇത്രയും ഡൗട്ടുകൾക്കുള്ള ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഈ ഒരു വീഡിയോ. സോ മൊത്തത്തിൽ കാശ് കൊണ്ട് വെറുതെ കളയണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആദ്യമായിട്ട് ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല. 90,000 രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോഴും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒന്നും കൊടുത്തില്ല. അത് പ്രോ മോഡൽ എടുക്കണമെന്നാണ് അവർ പറയുന്നത്. അവരുടെ പ്രോ ഫോണിലാണ് അത് പ്രോ ഫീച്ചർ ആണെന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് 15,000, 20,000 രൂപ ഫോണിലും കിട്ടുന്ന ഒരു ഫീച്ചറാണ്. അത് പ്രോ ഫീച്ചർ ഒന്നും അല്ല, നമുക്കറിയാം. 90,000 രൂപയുടെ ഇതിലില്ല. അതൊരു പോരായ്മ തന്നെയാണ്. അതിലെനിക്ക് ഒരു കോംപ്രമൈസും തോന്നിയില്ല, വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പ്രശ്നമാണ് എന്ന രീതിയിൽ പറഞ്ഞു കേൾക്കുന്നത്, എന്നാൽ അത്ര പ്രശ്നമില്ലാതെ വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ടൈപ്പ് സി വന്നു, അതിൻ്റെ ഒപ്പം USB 2.0 ആണ് വന്നത്. 2.0 ഒരു പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അല്ല. ഇത് എവിടെയാണ് നിങ്ങൾക്ക് ആവശ്യം വരുന്നത്? USB 3.0 iPhone 13 Pro Maxൽ 15 Pro Maxൽ എനിക്ക് അവൈലബിൾ ആണ്, പക്ഷേ ഞാനത് ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. വലിയ ഡാറ്റകൾ, ഒരു 40-50 GB വരുന്ന ഡാറ്റ അല്ലെങ്കിൽ 100 GB വരുന്ന വലിയ ഡാറ്റകൾ നിങ്ങൾ ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അത് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കേബിൾ വഴി ട്രാൻസ്ഫർ ചെയ്ത് ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യണം. ആ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇത്രയും ഹെവി ഡാറ്റ ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് ആവശ്യം വരുന്നുള്ളൂ. അതല്ലാത്ത പക്ഷം, ഇപ്പം ഞാൻ സാധാരണ വ്ളോഗൊക്കെ എടുക്കുന്ന ആളാണ്, പുറത്ത് പോയി ഐഫോണിൽ വ്ളോഗ് എടുക്കുന്നുണ്ട്. 40 GB 50 GB ഉള്ള ഫയലുകൾ ഈസി ആയിട്ട് എയർ ഡ്രോപ്പ് വഴി എനിക്ക് സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അവിടെ ഒരു കേബിളിൻ്റെ കണക്ട് ചെയ്ത് USB 3.0 യൂസ് ഒന്നും എനിക്ക് ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ USB 3.0 ഇല്ല എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. സോ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് അത്രയും വലിയ ഡാറ്റ അത്രയും ഫാസ്റ്റായിട്ട് കേബിൾ വഴി ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുള്ള ഒരാളാണെങ്കിൽ മാത്രമേ അതൊരു പ്രശ്നമായിട്ട് കാണുള്ളൂ. അല്ലാത്ത പക്ഷം USB-C എന്ന് പറയുന്ന ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇനി അടുത്തൊരു കാര്യം, ഇതിനകത്ത് 60 ഹെർട്സ് ഡിസ്പ്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അതും പോരായ്മ തന്നെയാണ്. പ്രോ മോഡലിലെ പ്രോ ഫീച്ചർ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ 13, 14, 12 അതൊക്കെ ഉപയോഗിച്ച് വരുന്ന ആളാണെങ്കിൽ, അത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ അതിലൊക്കെ 60 ഹെർട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യില്ല. അതായത് 120 ഹെർട്സ് ഇല്ല അല്ലെങ്കിൽ 90 ഹെർട്സ് ഇല്ല എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. ബട്ട് നിങ്ങൾ മുമ്പേ 90 ഹെർട്സോ 120 ഹെർട്സ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും വളരെ ബുദ്ധിമുട്ട് തോന്നും. ഇതെന്താണ് ഇങ്ങനെ ഒരു സുഖമില്ലല്ലോ എന്ന് തീർച്ചയായിട്ടും തോന്നും. സോ അപ്പോൾ ഇതിൽ കേട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അതിലുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് എടുക്കണോ, ഇതിൻ്റെ പഴയ മോഡൽ എടുത്താൽ മതി, അതായത് 15 എടുക്കണോ അല്ലെങ്കിൽ 15ന്റെ പഴയ വെർഷൻ എടുത്താൽ മതിയോ, 14 13 ഒക്കെ എടുത്താൽ മതിയോ, അതിന് മാത്രം ഉണ്ടോ 15 അല്ലെങ്കിൽ 15 പ്ലസ് എന്ന ഈ മോഡൽ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ 15 പ്ലസ് ആണ്. ഇത് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പുതിയ ഐഫോൺ എടുക്കാൻ വരുന്ന ആളാണെങ്കിൽ 15 അല്ലെങ്കിൽ 15 പ്ലസ് എടുക്കുക. നിങ്ങൾ നോർമൽ യൂസറാണ്, ഒരു കോമ്പാക്റ്റ് ഫോണാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ 15 എടുക്കുക. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഗെയിം കളിക്കണം, കൂടുതൽ ബാറ്ററി ലൈഫ് വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണെങ്കിൽ, പിന്നെ വലിയ ഫോൺ ഉപയോഗിച്ച് ശീലിച്ച ആളാണ്, ചെറിയ സൈസുള്ള ഫോൺ വേണ്ട എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലസ് മോഡൽ എടുക്കുക. അപ്പോൾ വലിയ സൈസും കിട്ടും, കൂടിയ ബാറ്ററി ലൈഫും കിട്ടും. സോ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് 15 വേണോ 15 പ്ലസ് വേണോ എന്ന് തീരുമാനിക്കുക. പഴയ മോഡൽ ഏതെങ്കിലും എടുത്താൽ മതിയോ, ഈ 15 പകരം 14 13 ഒക്കെ എടുത്താൽ മതിയോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് വലിയ യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് ഇത്തിരി പുതിയതാണ് എല്ലാ തരത്തിലും. ഫ്രണ്ട് ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഡൈനാമിക് ഐലൻഡ് അടക്കം പ്രോ മോഡലുകളുടെ ഒരു ലുക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടൈപ്പ് സി തീർച്ചയായിട്ടും വളരെ കൺവീനിയൻ്റ് ആണ്. ഇതില്ലാതിരുന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം അനുഭവിച്ച ആളാണ് ഞാൻ. പക്ഷേ ഇത് വന്നതോടുകൂടി ആ ഒരു ടെൻഷൻ തീർന്നു. എവിടെ പോയാലും ആരുടെ കയ്യിൽ നിന്ന് കേബിൾ വാങ്ങിച്ച് നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. സോ തീർച്ചയായിട്ടും അത് ഇതിൽ വന്നിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഉള്ളത് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം നമ്മൾ അത് അത്ര കണ്ടങ്ങോട്ട് ഉപയോഗിക്കില്ല, കാരണം ഹെവി ഡാറ്റ ഫയലാണ് വരുന്നതെങ്കിൽ പോലും കൂടിയ റെസൊല്യൂഷനുള്ള ക്യാമറ, അതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇതിലുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് A16 എന്ന് പറയുന്ന പുതിയ പ്രോസസ്സറും ഉണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി ഈ ബേസ് മോഡലുകളെ സംബന്ധിച്ച് പുതിയ പ്രോസസ്സർ, കഴിഞ്ഞ വർഷം പ്രോ മോഡൽ ഉണ്ടായിരുന്നതാണ്, എന്നാലും ഇതിനെ സംബന്ധിച്ച് അത് പുതിയ പ്രോസസ്സറാണ്. സോ അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ അപ്പോൾ ഇങ്ങനെ 3-4 കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ടും പുതിയ എക്സ്പീരിയൻസ് തരുന്നതായതുകൊണ്ട് നിങ്ങൾ പുതിയതെടുക്കാൻ വരുമ്പോൾ പുതിയ 15 തന്നെ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 15 പ്ലസ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. 14, 13 ഒന്നും എടുക്കാൻ പോയാൽ നന്നാവില്ല. ഇതിലായിരിക്കും ഈ പറഞ്ഞ പുതിയ എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നത്. എന്നാൽ 13 14 കയ്യിലുള്ള ആൾക്കാർ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈ ടൈപ്പ് സി അത്ര വലിയ കാര്യമായിട്ട് വേണോ, അതോ നിങ്ങൾക്ക് ആ ലൈറ്റ്നിങ് കേബിൾ കൊണ്ടുനടക്കാൻ ഓക്കെ ആണോ? ഡൈനാമിക് ആയാലും നിങ്ങൾ അത്ര പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ? A16ന്റെ പെർഫോമൻസിന് നിങ്ങൾ അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അത്രയും ഹെവി പെർഫോമൻസ് വേണോ? നോർമൽ യൂസർ ആണെങ്കിൽ 13 14 ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ഇതിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല, എല്ലാം ഒരുപോലെ സ്മൂത്ത് ആയിരിക്കും. വേറെ അങ്ങനെ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ടും ഈ ടൈപ്പ് സിയും ഡൈനാമിക് ഐലൻഡുമാണ് വരുന്നുള്ളൂ. സോ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ഉപയോഗിക്കുന്നവർ ഒരു കാരണവശാൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. 13
വേണമെങ്കിൽ ചെയ്യാം. 12 വേണമെങ്കിൽ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ ക്യാമറ, അതേപോലെ പെർഫോമൻസ് എല്ലാ മേഖലയിലും വ്യത്യാസം തോന്നും. 11 ആണെങ്കിൽ ഉറപ്പായിട്ടും അപ്ഗ്രേഡ് ചെയ്യാം. 11 ബാക്കിലോട്ട് നോക്കിയാൽ എല്ലാത്തിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യാം. 12 തീർച്ചയായിട്ടും ചെയ്യണമെങ്കിൽ ചെയ്യാം. 13, 14 ആലോചിച്ചിട്ട് ചെയ്താൽ മതി. സോ അപ്പോൾ അങ്ങനെയാണ് പഴയ മോഡലുകളിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം. ഇത് ഉപയോഗിച്ച് നോക്കി വന്നതിൽ നിന്നും എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് എടുക്കണോ അതോ സാംസങ്ങിൻ്റെ S23 എടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. S23 ഐഫോൺ, അതായത് ആപ്പിൾ ആൻഡ്രോയിഡ് തീർച്ചയായിട്ടും രണ്ട് പ്ലാറ്റ്ഫോമാണ്. ഐഫോൺ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് ഇത് തന്നെയാണ് നല്ലത്. പിന്നെ അവിടെ പോയിട്ട് ഇത് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല. അതേപോലെ ആൻഡ്രോയിഡ് ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് ഇതാണ് ബെസ്റ്റ് ഈ റേഞ്ചിൽ. അത് വിട്ടിട്ട് ഇത് വന്നെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും വരാനും പോകുന്നില്ല. സോ അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് കൂടി പറയണം, കാരണം അത് ഒരുപാട് പേർക്ക് കൺസേൺ ഉള്ള കാര്യമാണ്. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ലാൻഡ്സ്കേപ്പും മറ്റ് ബിൽഡിങ്ങുകളിലേക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇത് ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടൊക്കെയുണ്ട്. പക്ഷേ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ എനിക്ക് ഫോട്ടോസ് പൊതുവെ ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഐഫോണിൻ്റെ ഫോട്ടോസ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ S23 അല്ലെങ്കിൽ മറ്റു ഫോണുകളൊക്കെയാണ്. ഇപ്പോഴാണെങ്കിൽ ഞാൻ Vivo X100 Pro ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. ഐഫോണിൻ്റെ ഫോട്ടോസ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. പക്ഷേ എനിക്കറിയാം ഇതിൽ വിവിഡ് മോഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ എഡിറ്റ് ചെയ്താൽ ഭയങ്കര ഭംഗിയാവും, ഇതിൽ കിട്ടുന്നത് റിയലിസ്റ്റിക് നാച്ചുറൽ ലുക്കാണ്. ചേട്ടനെ പറ്റി അറിയാണ്ടാണെന്നൊന്നും കമൻറ്റ് ആരും ചെയ്യണ്ട, എനിക്കതൊക്കെ അറിയാം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് ഫോട്ടോ കിട്ടുമല്ലോ. അപ്പോൾ സൗകര്യപ്രദമായിട്ടും എനിക്കിഷ്ടവും ഇതാണ് കൊണ്ടു നടക്കാൻ. പക്ഷേ ഇതിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കണ്ട ഫോട്ടോകളാണ് അതിൽ കിട്ടുന്നത്, വേണ്ടവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. പിന്നെ വീഡിയോ ക്വാളിറ്റി, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. ദി ബെസ്റ്റ് ഇതിൻ്റെ തന്നെയാണ്. ഈവൻ സാംസങ്ങിനേക്കാളും എനിക്ക് പലപ്പോഴും വീഡിയോയുടെ ആ ഒരു ഇങ്ങനെ മാറി മാറി പല ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും സ്റ്റെബിലിറ്റി, നല്ല സ്റ്റേബിളായിട്ട് നല്ല വീഡിയോ കിട്ടുക എന്ന് പറയുന്നത് ഐഫോണിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതിലിവിടെയും മാറ്റമൊന്നുമില്ല. സോ അപ്പോൾ ഈ ഐഫോണുമായി ബന്ധപ്പെട്ട് എന്നോട് കുറേ പേര് ചോദിച്ച പല കാര്യങ്ങളുടെ ആൻസർ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ചോദ്യം, അതിൻ്റെ ഉത്തരവ് ഇതാണ്: ഗെയിമിങ്ങിന് നമ്മൾ ഇതെടുത്താൽ എങ്ങനെയുണ്ടാവും? ബേസ് മോഡലുകൾ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും 15+ രണ്ടും ഗെയിമിങ്ങിന് ഓക്കെയാണ്. ബട്ട് ഗെയിം കളിക്കുമ്പോൾ കൂടുതൽ ബാറ്ററി ലൈഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്ലസ് തന്നെ എടുക്കുക, ബേസ് മോഡൽ എടുക്കണ്ട. ബാറ്ററി ലൈഫ് ഇഷ്യൂ ആവുന്ന നോർമൽ യൂസർ ആണെങ്കിലും പ്ലസ് ആണ് നല്ലത്. ഒരു ദിവസം സുഖമായിട്ട് കിട്ടും. ബേസ് മോഡൽ ഞാൻ നോക്കിയിടത്തോളം കൊണ്ട് ഒരു ദിവസം കിട്ടില്ല. ഇവിടെ തന്നെ എനിക്കൊരു സജഷനും കൂടിയുണ്ട്. നിങ്ങൾ ഗെയിം കളിക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിൽ 60 Hz ഡിസ്പ്ലേ ആണ്. സോ നിങ്ങൾക്ക് ആ സ്മൂത്ത്നെസ് കിട്ടില്ല. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ സെക്കൻഡ്സ് ഓക്കെ ആണെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ 14 Pro Max ഒക്കെ 90-95 രൂപ റേഞ്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക്, അതായത് 95,000 രൂപ റേഞ്ചിൽ താഴെ തന്നെ, അല്ലെങ്കിൽ 95,000 രൂപ റേഞ്ചിൽ കിട്ടാനുണ്ട്, സെക്കൻഡ്സ് കിട്ടാനുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 90,000 രൂപ കൊടുത്ത് എടുക്കുന്നതിനേക്കാൾ നല്ലത് അതെടുക്കുന്നതായിരിക്കും. അതെടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോ മോഡൽ കിട്ടും. മൊത്തത്തിൽ ഡിസൈൻ വൈസും കംപ്ലീറ്റ് പ്രോ ആയിരിക്കും. 120 Hz ഡിസ്പ്ലേയും കിട്ടും. ഇതിൻ്റെ സെയിം പ്രോസസ്സറാണ് അവിടെ ഇരിക്കുന്നത്. സോ പെർഫെക്റ്റ് പെർഫോമൻസും കിട്ടും. സോ എൻ്റെ സജഷൻ ആയിരിക്കും സെക്കൻഡ്സ് എടുക്കാൻ ഓക്കെ ആണെങ്കിൽ 14 Pro Max എടുക്കുക. നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് പ്രശ്നമല്ല, നിങ്ങൾക്ക് കുത്തിയിട്ട് കളിക്കാൻ നിങ്ങൾ തയ്യാറാണ്. അങ്ങനെ പ്രോ ഗെയിമിങ്ങിലും ബാറ്ററി ലൈഫ് ഓക്കെ ആണെങ്കിൽ പ്രോ എടുത്താലും മതി. പക്ഷേ അത് ചെറിയ ഫോണായിരിക്കും. ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് വലിയ ഫോണും കൂടി ബാറ്ററി ലൈഫ് നല്ലതല്ലേ. അതുകൊണ്ടാണ് Pro Max പറഞ്ഞത്. പ്രോ എടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയിലും കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഗെയിമേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇതിന് പകരം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഫോണുകളുടെ സെക്കൻഡ്സ് എടുക്കുക, പ്രോ മോഡലുകളുടെ. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ ഒരേ ഒരു പ്രശ്നമായിരിക്കും നിങ്ങൾ നേരിടാൻ പോകുന്നത്. ലൈറ്റ്നിങ് കേബിൾ ആയിരിക്കും അതിലുണ്ടായിരിക്കുക, Type-C ഉണ്ടായിരിക്കില്ല. ബട്ട് ഗെയിമേഴ്സിനെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമല്ല. കാരണം അത് ഇത്രയും നല്ല അഡ്വാൻറ്റേജ് ഉള്ള കാര്യങ്ങൾ വേറെ കിടക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമായിരിക്കില്ല ഈ ലൈറ്റ്നിങ് കേബിൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കും. സോ മൊത്തത്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു ഫോണിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. സോ അപ്പോൾ ആരും വെറുതെ കൊണ്ടുപോയി കാശ് കളയരുത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. നമ്മൾ കമ്പനിയെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പൈസ കൊടുത്തതൊക്കെ വാങ്ങിക്കുന്നത്, നമ്മുടെ ആവശ്യത്തിനല്ലേ. സോ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ വീഡിയോ ഹെൽപ്പായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഹെൽപ്പായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.